നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു പാത്രം വെള്ളം കൊണ്ട് അതിന്റെ അകിട്ടിലേക്ക് തെളിക്കുകയാണ്. അകിട് മുഴുവനും വൃത്തിയാക്കിയിട്ട് തങ്ങളതാ അകിടിന്റെ ഭാഗത്തൊന്നിങ്ങനെ തൊട്ട് ഒഴിയുമ്പോഴേക്ക് എല്ലാ ഭാഗങ്ങളിലും പാല് നിറഞ്ഞു കവിയുകയാണ്. ഒരു പാത്രം നിറയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറന്നെടുക്കുകയാണ്. തങ്ങളാണ് ആടിനെ കറക്കുന്നത്. നമുക്കതിൽ വലിയൊരു മാതൃകയുണ്ട്. ആടിനെ കറക്കുന്നത് സുന്നത്താണ് സഹോദരങ്ങളെ. ആടിനെ പോറ്റുന്നതും വളർത്തുന്നതും വലിയ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കറന്നെടുത്ത പാല്, ഒരു പാത്രം നിറയെ ഉള്ള പാല് സിദ്ദീഖ് തങ്ങളോട് പറയുന്നു, അതാ ഉമ്മാക്ക് കൊടുക്കൂ, അവര് കുടിക്കട്ടെ. രണ്ടാമതൊരു പാത്രം വേറെ വാങ്ങി വരൂ. രണ്ടാമത്തൊരു പാത്രത്തിലേക്കും തങ്ങൾ കറക്കുകയാണ്. ഒരൊറ്റ തുള്ളി പാലുമില്ലാതെ വറ്റി വരണ്ട് ഉണങ്ങിയ ശരീരമാണ്. ഇപ്പോഴതാ ശക്തമായി പാലങ്ങ് വരുന്നു. പാല് നിറയെ കറന്നെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും കുടിച്ചു. പാത്രം വീട്ടുകാർക്ക് കൊടുത്തിട്ട് തങ്ങളും സിദ്ദീഖ് തങ്ങളും മദീനയിലേക്ക് നടന്നു നീങ്ങി. ഉച്ചനേരമായപ്പോ ഭർത്താവ് വീട്ടിലേക്ക് വന്നിട്ട് ചോദിക്കുന്നു ഭാര്യയോട്, ഉമ്മു മഅബദ് ബീവിയോട് ചോദിക്കുന്നു, ആരാണ് ഇവിടെ ആടിനെ കെട്ടിയത്? ആരുടെ ആടാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഭർത്താവിനോട് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ പറയുന്നു, അത് നമ്മുടെ ആട് തന്നെയാണ്. അപ്പോഴാണ് അദ്ദേഹം കൂട്ടിലേക്ക് നോക്കുന്നത്. കൂട്ടിൽ ആടിനെ കാണുന്നില്ല. നമ്മുടെ ആടെങ്ങനെ നടന്നത്? അതെങ്ങനെ തടി വെച്ചത്? അകിടെങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്? ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു, എണ്ണി പറഞ്ഞു. അപ്പോൾ ആ ഭർത്താവ് പറഞ്ഞു, എങ്കിൽ ഈ ആടിനെ കറന്നതും ഇവിടെ വന്നതും കൂട്ടത്തിൽ നിങ്ങൾ ആ പറഞ്ഞ ആടിനെ കറന്നു എന്ന് പറഞ്ഞ ആ ഒരു മഹാവ്യക്തിത്വമില്ലേ, അത് അള്ളാഹുവിന്റെ റസൂലായിരിക്കും. ഉമ്മു മഅബദ് ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് പറഞ്ഞു, മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സംഭവം പഴയകാലത്തെ ഗ്രന്ഥങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പുരോഹിതന്മാര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ വഴിക്കായിരിക്കും ഹിജ്റ പോയിട്ടുണ്ടാവുക. അവരായിരിക്കും ഈ വീട്ടിലേക്ക് വന്നത്, ആടിനെ കറന്നത്. രൂപഭാവങ്ങളും ശരീരത്തിന്റെ വിഷയങ്ങളും വർണ്ണങ്ങളൊക്കെ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു കൊടുത്തപ്പോ പറഞ്ഞു, അത് അള്ളാന്റെ റസൂൽ തന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ അവര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ചു.